ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇൻട്രോ അങ്ങനെ പ്രത്യേകമായിട്ട് ഞാനല്ല എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ചെന്നുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എല്ലാ GCC രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്സ് കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ എല്ലാ ഫ്ലൈറ്റുകളും മിക്ക ഫ്ലൈറ്റുകളും തന്നെ നമുക്ക് ക്യാൻസലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല വിമാനത്താവളങ്ങളും ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മളും നമ്മുടെ ഓഫീസിൽ നിന്ന് പോലും നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ റെഡി ആയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിന്ന് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് അവിടെ എല്ലാം ശരിയായതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ അവിടെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ കാണുന്ന അത്രയും വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ബൈ ചാൻസ് നമ്മൾ ഈ ഫ്ലൈറ്റുകൾ പോകുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു ഇൻകേസ് ഒരു ഇഷ്യൂ ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് മാത്രം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ എയർപോർട്ടുകൾ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത്. അതേപോലെ അത് സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ആരും ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. വീഡിയോ നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാരോട് തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും വർക്ക് ഫ്രം ഹോമുകൾ കൊടുത്തേക്കാണ് പല കമ്പനികളും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഡിലേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ പേടിക്കേണ്ടതായിട്ട് ഒരു കാര്യമില്ല. എൻ്റെ 2 അനിയന്മാർ UAE തന്നെയാണുള്ളത്. അതും ദുബായ് ബേസ്ഡ് തന്നെയാണ് അവരുള്ളത്. അപ്പോൾ അങ്ങനെ അവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്കത് അറിയാൻ പറ്റും. അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് മുന്നോട്ടും അതേപോലെ തന്നെ പോട്ടെ. എല്ലാവരും കൃത്യമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ചെറിയ കാര്യം കൂടി ആവശ്യപ്പെടുക. ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ പ്രാർത്ഥനയെക്കാളും ഒക്കെ പല ആളുകളുടെ മൈൻഡിലാണ് ഇപ്പോഴത്തെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ട്രംപിനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻസൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എന്നിരുന്നാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കോടിക്കണക്കിന് നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ ഞാനും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പല ആളുകളോടും എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ പരിചയത്തിലൊക്കെ നമ്മുടെ റിലേറ്റീവ്സിലൊക്കെ ആയിട്ടുള്ള ചെറിയ കുഞ്ഞുങ്ങൾ വരെ അവിടെ ഉണ്ട്, പഠിക്കുന്നവരൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊക്കെ പേടിയാണ്. വാർത്തകൾ കാണുന്നതിൻ്റെ അത്രയൊന്നും കാര്യങ്ങളില്ല സത്യത്തിൽ. അവിടെയൊക്കെ നോർമൽ ലൈഫ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പോകുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റുകൾ, പിന്നെ ഈ കുറച്ച് ഇതിൻ്റെയൊക്കെ ഒരു പേടി കാരണം സൂപ്പർ മാർക്കറ്റുകൾ കുറച്ച് റഷായിരുന്നു. പക്ഷെ അതൊക്കെ എല്ലാം നോർമലായി തന്നെയാണ് നിൽക്കുന്നത്. എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അപ്പം തന്നെ അത് അവിടുന്ന് എനിക്ക് അതേപോലെ തന്നെ ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട്. അതേപോലെ ഞാൻ ഇന്ന് വേക്കൻസികൾ ഇടുന്നുണ്ട്. ഇന്നിടുന്ന വേക്കൻസി എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ വിസിറ്റിംഗ് വിസയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നാട്ടിലുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് പോകാൻ പറ്റുന്ന ടൈം മുതൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി. അതല്ലാതെ ഇപ്പോൾ നിങ്ങളാരും അപ്ലൈ ചെയ്യേണ്ടതില്ല. നാട്ടിൽ നിൽക്കുന്ന ആരും തന്നെ അപ്ലൈ ചെയ്യേണ്ട. ഇപ്പോൾ UAE ജോബ് ഇല്ലാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ മാത്രം അപ്ലൈ ചെയ്യുക, വേറെ ആരും അപ്ലൈ ചെയ്യേണ്ട. നമ്മളിടുന്ന ഫ്രീ ജോബ്സിനെല്ലാം അതിന് മാത്രം അപ്ലൈ ചെയ്യുക. വേറെ ഇപ്പം നമുക്ക് എന്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അതേപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഫുൾ എമൗണ്ട് തന്നെ ഒന്നുകിൽ നമുക്ക് റീഫണ്ട് ചെയ്ത് തരുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ റീഷെഡ്യൂൾ ചെയ്ത് തരാൻ പറ്റാത്തതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇത് എത്ര ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതലും റീഫണ്ടാണ് അവർ ചെയ്തു തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. UAE ബേസ്ഡുള്ള കാര്യമാണ് ഞാൻ കൂടുതലും പറയുന്നത്. മറ്റ് ചില GCCകളിൽ ചില ഫ്ലൈറ്റുകളൊക്കെ പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. പ്രത്യേകിച്ച് ദുബായ് ബേസ്ഡായിട്ട് പോകുന്ന ഫ്ലൈറ്റുകളൊക്കെ അവർ റീഫണ്ട് ചെയ്തു തരുന്നുണ്ട്. UAE എവിടേക്കും പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഓരോ ദിവസം ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഫസ്റ്റ് ദിവസം പോലെ തന്നെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇന്നലെ മാത്രമാണ് ചെറിയ രീതിയിലൊരു കുറച്ചൊരു റിലാക്സ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വീണ്ടും അതേപോലെ തന്നെയാണ്. കാരണം ഇന്ന് 2-ാം തീയതിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് വീണ്ടും പഴയ പോലെ തന്നെയാണ് കാര്യങ്ങളെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ ചെറിയ രീതിയിൽ ഇഷ്യൂസ് വരുന്നത് കൊണ്ട് തന്നെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഡ്രോണുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഫ്ലൈറ്റിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം. കാരണം നമ്മൾ ഒരിക്കലും നമുക്ക് ഭൂമിയിലുള്ള മാതിരിയല്ല, നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നമുക്ക് എമർജൻസി ലാൻഡിങ്ങിന് പോലും ചിലപ്പോൾ പറ്റിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്, ആരും ടെൻഷൻ അടിക്കേണ്ട. പല അമ്മമാരും അതേപോലെ തന്നെ അപ്പന്മാരും സഹോദരങ്ങളൊക്കെ പേടിച്ചായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ എനിക്കെൻ്റെ നമ്മൾ ഒരു 10-12 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കോണ്ടാക്ട് വെച്ചിട്ട് UAE മാത്രം എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ അവിടെയൊക്കെ ഒരുവിധം എല്ലാവരും തന്നെ സേഫാണ്. ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് ചിലരൊക്കെ വർക്ക് ഫ്രം ഹോമാണ്, അല്ലാത്ത ആളുകളൊക്കെ സേഫാണ് കേട്ടോ. സോ നോർമലി എല്ലാവരും തന്നെ ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളാണെങ്കിലും ഒക്കെ നോർമലി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ, ചില നിസ്കാര ടൈമുകൾ മാത്രമൊക്കെ ആയിട്ട് ചില 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 നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നതേ ഉള്ളൂ ഇപ്പം. അല്ലാതെ മറ്റ് പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട, എല്ലാവരും സേഫാണ്. ഞാൻ അന്വേഷിക്കുന്നിടത്തോളം എല്ലാവരും തന്നെ സേഫാണ്. സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോർമലി തന്നെ നടക്കുന്നുണ്ട്. പിന്നെ വലിയ വലിയ കമ്പനികളൊക്കെ വർക്ക് ഫ്രം ഹോം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പനികളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സേഫാണ്. നമുക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും, നമ്മൾ പ്രാർത്ഥിക്കുക, അതേപോലെ അവരുടെ സുഖവിവരങ്ങൾ നമ്മൾ ഇടയ്ക്ക് നിന്ന് അന്വേഷിക്കുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ മക്കൾ അവിടെയാണല്ലോ, അതുകൊണ്ട് എനിക്ക് യാതൊരു സമാധാനമില്ല അങ്ങനെ കരുതിയിരിക്കേണ്ട. നമുക്ക് അവിടെ എല്ലാ വിധത്തിലുള്ള സേഫ്റ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിലൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാൻ കൃത്യമായിട്ട് ഇവിടെ ആൾക്കാരുണ്ട്. അതേപോലെ നമ്മുടെ മൊബൈലുകളിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് പെട്ടെന്ന് കയറുന്നുണ്ടെങ്കിൽ അത് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് മെസ്സേജ് വരും. ഞാൻ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സമയത്തും പല പല കാര്യങ്ങൾ കോവിഡിൻ്റെ ടൈമിലൊക്കെ ആകുമ്പോൾ ഗവൺമെൻറ് എല്ലാ നിർദ്ദേശങ്ങളും നമ്മളിലേക്ക് എത്തിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതിലല്ലെങ്കിൽ അവിടുന്ന് മുനിസിപ്പാലിറ്റിൻ്റെ ആൾക്കാർ വരും. അങ്ങനെയൊക്കെ അന്നത്തെ ആ സാഹചര്യം അനുസരിച്ചാണ്. ഇത് അതേപോലെ തന്നെയാണ്. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അവർ കൃത്യമായിട്ട് തരും. അപ്പോൾ അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതേപോലെ മരുന്ന് കഴിക്കുന്നവർ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക, ഭക്ഷണം കഴിക്കേണ്ടവർ എല്ലാവരും തന്നെ വിശപ്പ്, അത് നമ്മൾ ടെൻഷനൊന്നും അടിച്ചിട്ടിരുന്നിട്ടൊരു കാര്യമില്ല. നമ്മൾ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ കണ്ടിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. അത്രയും വലിയ ഇഷ്യൂസൊന്നും അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ നേരെ ചൊവ്വേ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സേഫാക്കി വെക്കുക. ഇവിടെ ഒരു ഇഷ്യൂ വന്നെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം. അത് ഇപ്പോൾ പ്രവാസിയായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുള്ളൂ, കാരണം ഫ്ലൈറ്റുകളില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ കുറച്ച് പ്രായമുള്ള മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളത് ഓർത്തിരിക്കുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ എപ്പോഴും സുരക്ഷിതമായിട്ട് നിങ്ങൾ കൊണ്ടുനടക്കുക. കാരണം അവിടുന്ന് മക്കൾ പെട്ടെന്ന് അവിടുന്ന് പോരാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സേഫായിട്ടിരിക്കേണ്ടത്. അവരവിടെ സേഫാണ്, കാരണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അത്രയും നല്ലൊരു ടീം അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓരോ ഓണർമാരും എല്ലാവരും ഇപ്പോൾ ഈ ടൈമിലൊക്കെ കൃത്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നേ. അതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവർ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ചിലപ്പോൾ കുറച്ച് നേരത്തേക്കൊക്കെ അവരെ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ അയ്യോ എന്ത് പറ്റി എൻ്റെ മക്കൾക്ക് എന്നുള്ളത് കരുതിയിട്ട് അങ്ങനെ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് അത്രയ്ക്കും വലിയ ടെൻഷനുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ സുഹൃത്തുക്കളിൽ ഒരാളുടെങ്കിലും നമ്പറും കൂടി മേടിച്ച് വെക്കുക. മനുഷ്യനാണ്, ചിലപ്പോൾ ഫോണിലൊക്കെ ചിലപ്പോൾ ചാർജൊക്കെ പല സമയത്തും ചിലപ്പോൾ കുത്തിരാൻ മറന്നിട്ടുണ്ടാവും, ചിലപ്പോൾ സ്വിച്ച് ഓൺ ആക്കാൻ മറന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് അയ്യോ എൻ്റെ മകൻ നിൽക്കുന്ന സ്ഥലത്ത് ഇന്ന പോലെ പ്രശ്നമുണ്ടല്ലോ എന്ന് നമ്മൾ സ്വമേധയെ ചിന്തിക്കേണ്ട. അതിലേറെ നല്ലത് 1-2 സുഹൃത്തുക്കളുടെ നമ്പർ കൂടി മേടിച്ച് വെക്കുക. മകനെ കിട്ടുന്നില്ലെങ്കിൽ അവരെയും കൂടി ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. വാട്സപ്പ് ഉണ്ടല്ലോ എല്ലാവർക്കും, അപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു നോക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മാത്രം മതി. ഓക്കെ ബൈ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും കാണാം. ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ ഓഫീസിലെ വർക്കുകളൊക്കെ താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തി വെച്ചേക്കുകയാണ്. ആരും ടെൻഷൻ അടിക്കേണ്ട. എല്ലാം പഴയതുപോലെ ആവും. ഇതിലും വലിയ പ്രതിസന്ധിയാണ് കൊറോണ ലോകത്ത് വന്നത്. അതിനെ വരെ നമ്മൾ ഓരോരുത്തരും എല്ലാ മനുഷ്യരും തരണം ചെയ്തതല്ലേ. അതേപോലെ തന്നെ നമ്മളും ഈ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ നമ്മളൊരു യുദ്ധമുഖത്തായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ സമയവും കടന്നു പോകുന്ന മാത്രം ചിന്തിക്കുക. എല്ലാം നല്ലതിനാണ് എന്നും കരുതുക. അപ്പോൾ നമുക്ക് ടെൻഷനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു.